ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭൂമിയിൽ വിള്ളൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ അടയ്ക്കാത്തോട് ശാന്തിഗിരിയിൽ പ്രദേശവാസികൾ വീട് വിട്ടിറങ്ങിയതോടെ തന്റെ കുടുംബം ഒറ്റപ്പെട്ടു പോകുമോ എന്ന ആശങ്കയിൽ കൈലാസംപടി സ്വദേശി കുരുവംപ്ലാക്കൽ ജസ്റ്റിനും കുടുംബവും. ഹൈവിഷൻ ന്യൂസ് ഇംപാക്ട്. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ മുറ്റത്തെ ടാങ്കിന്റെ ഭാഗമായി നിർമ്മിച്ച കുഴിയിലെ വെള്ളക്കെട്ട് അധികൃതർ ഇടപെട്ട് മണ്ണിട്ട് മൂടി. റബ്ബർ കർഷകരെ ആശങ്കയിലാഴ്ത്തി റബ്ബറിന്റെ ഇലകൊഴിച്ചിൽ രൂക്ഷം. വില വർധനവുള്ള കാലത്ത് ഉൽപാദനത്തെ ബാധിക്കുമെന്ന ആശങ്ക. വാർത്തകൾ വിശദമായി. ഭൂമിയിൽ വിള്ളൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ അടയ്ക്കാത്തോട് ശാന്തിഗിരിയിൽ പ്രദേശവാസികൾ വീട് വിട്ടിറങ്ങിയതോടെ തന്റെ കുടുംബം ഒറ്റപ്പെട്ടു പോകുമോ എന്ന ആശങ്കയിലാണ് കൈലാസംപടി സ്വദേശി കുരുവംപ്ലാക്കൽ ജസ്റ്റിനും കുടുംബവും. 85 വയസ്സോളം പ്രായമുള്ള അമ്മയ്ക്കും കാഴ്ചക്കുറവുള്ള മകനുമൊപ്പമാണ് ജസ്റ്റിൻ താമസിക്കുന്നത്. അടക്കാത്തോട് കൈലാസംപടിയിൽ സോയിൽ പൈപ്പിംഗ് പ്രതിഭാസത്തെ തുടർന്ന് സമീപവാസികൾ വീട് ഒഴിഞ്ഞതോടെ ഒറ്റപ്പെട്ടു പോകുന്നതിന്റെ ആശങ്കയിലാണ് കേളകം ശാന്തിഗിരി കൈലാസംപടി സ്വദേശി കുരുവംപ്ലാക്കൽ ജസ്റ്റിനും കുടുംബവും. 85 വയസ്സോളം പ്രായമുള്ള അമ്മയ്ക്കും കാഴ്ചക്കുറവുള്ള മകനും ഭാര്യയ്ക്കൊപ്പമാണ് ജസ്റ്റിൻ കൈലാസംപടിയിൽ താമസിക്കുന്നത്. ജസ്റ്റിന്റെ വീടിന്റെ സമീപത്തുള്ള കൃഷിയിടത്തിലും വിള്ളൽ വീണിട്ടുണ്ട്. കൃഷിയിടങ്ങളിലെല്ലാം വിള്ളൽ രൂപപ്പെട്ടതോടെ വലിയ ആശങ്കയിലാണ് ഈ കുടുംബം. രാത്രിയിലോ മറ്റോ എന്തെങ്കിലും വലിയ അപകടം സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയോടെയാണ് ഇവർ കഴിയുന്നത്. ഞങ്ങളുടെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയം. അടുത്തുള്ള വീടുകളെല്ലാം ഇവിടുന്ന് മാറിപ്പോയി. ഞങ്ങൾ ഒറ്റപ്പെട്ട ഒരു വീടായി മാറി. ഞാനും എൻ്റെ പ്രായമായ അമ്മയുണ്ട്, എൻ്റെ മോനുണ്ട്, എൻ്റെ ഭാര്യ വയ്യാത്തതാണ്. അവന് കാഴ്ച 20% കാഴ്ച വെക്കും. അങ്ങനെ കാഴ്ചയില്ലാത്ത ഒരു കുട്ടിയാണ്. അപ്പോൾ ഒരു മഴക്കാലത്ത് നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റിയല്ല. അടുത്തുണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ വണ്ടിയൊക്കെ അവർ ഓരോ സ്ഥലത്തേക്ക് മാറിപ്പോയി. ആകെ എനിക്ക് സ്വന്തമായിട്ട് ഡ്രൈവിംഗ് അറിയില്ല, വണ്ടിയില്ല. വിളിച്ചാൽ പോലും ഇവർ ഇപ്പോൾ 2 കിലോമീറ്റർ. ആശങ്ക കാരണമെന്ന് വെച്ചാൽ ഞങ്ങൾ സുരക്ഷിതരല്ല ഇവിടെ. ഒന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഭൂമിക്ക് പകരം ഞങ്ങളുടെ വീടിന് 10 ലക്ഷം അല്ലെങ്കിൽ അതിന് സർക്കാർ സഹായിച്ചാൽ ഞങ്ങളെ മാറ്റണം. അതാണ് ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് വേണ്ടത്. ഞങ്ങൾ ഒറ്റപ്പെട്ട് കഴിയായിരുന്നു ഇവിടെ. വീടും ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ കണ്ടില്ല, ഒരു വീട് പോയി. താഴെ ഉണ്ടായിരുന്ന 10 വീട്ടുകാരെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും വണ്ടി ഉണ്ടായിരുന്നതാണ്. അവർ എന്ത് കാര്യത്തിന് ഓടി വരുന്നവരായിരുന്നു. അവരെല്ലാവരും 6, 7, 8 കിലോമീറ്റർ അകലേക്ക് മാറിപ്പോയി, ചെതറിപ്പോയി. ആരുമില്ല ഇപ്പോൾ ഞങ്ങൾ. സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയുള്ളതിനാൽ മറ്റിടത്തേക്ക് വീട് വാങ്ങി താമസിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ കഴിയാത്തതാണ് ഇപ്പോഴുള്ള പ്രതിസന്ധിക്ക് കാരണം. ഭൂമിയിൽ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് 5 കുടുംബങ്ങളാണ് കഴിഞ്ഞ ദിവസം സ്വന്തം വീടിൽ നിന്നും വാടക വീടുകളിലേക്ക് മാറിയത്. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് അർഹമായ നഷ്ടപരിഹാരം നൽകി വീടും കൃഷിയും ഉൾപ്പെടെ ഏറ്റെടുക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. കണിച്ചാർ പഞ്ചായത്തിലെ പൂളക്കുറ്റിയിൽ 2022 ഉരുൾപൊട്ടലിലുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. 15ാം കേരള നിയമസഭ 11ാം സമ്മേളനത്തിൽ സണ്ണി ജോസഫ് MLA മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകിയത്. കണിച്ചാർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ 2022 ഓഗസ്റ്റ് മാസമുണ്ടായ ഉരുൾപൊട്ടലിൽ ഏകദേശം 35 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കണക്കാക്കിയിട്ടുള്ളത്. പ്രകൃതിക്ഷോഭത്തിൽ വീടിന് നാശനഷ്ടം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് കണിച്ചാർ വില്ലേജിന് ലഭിച്ച 62 അപേക്ഷകളിൽ ആകെ 23,13,700 രൂപ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ധനസഹായം അനുവദിച്ചിട്ടുണ്ട്. 5/2023 സർക്കാർ ഉത്തരവ് പ്രകാരം കണിച്ചാർ വില്ലേജിലുണ്ടായ ഉരുൾപൊട്ടൽ പ്രത്യേക ദുരന്തമായി കണക്കാക്കി 2018-19 പ്രളയത്തിൽ അനുവദിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭ്യമാക്കി. പൂർണ്ണമായി നഷ്ടപ്പെട്ട വീടുകൾക്കാകെ 4 ലക്ഷം രൂപയും ഭാഗികമായി നാശനഷ്ടം സംഭവിച്ച കേസുകളിൽ നാശനഷ്ട തോത് അനുസരിച്ചുള്ള ധനസഹായവും ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 1 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. വീട് നഷ്ടപ്പെട്ടവർക്ക് പൂർണ്ണമായും ഭാഗികമായും അനുവദിക്കേണ്ട 44,01,300 രൂപയും മരണപ്പെട്ട 3 പേരുടെ ആശ്രിതർക്ക് 3 ലക്ഷം രൂപയും ചേർത്ത് ആകെ 47,01,300 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കുന്നതിന് ഉത്തരവായിട്ടുണ്ടെന്നും തുക ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതുമാണെന്നും MLAയുടെ മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. കൂടാതെ ഉരുൾപൊട്ടലിനെ തുടർന്ന് മാറി താമസിപ്പിച്ച 104 കുടുംബങ്ങൾക്ക് തൊഴിൽ നഷ്ട ദുരിതാശ്വാസം ആകെ 5,97,640 രൂപ അനുവദിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ തകർന്ന സെമിനാരി വില്ല തോടിൻ്റെ പാർശ്വഭിത്തി സംരക്ഷണ പ്രവൃത്തിക്ക് 66 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭ്യമാക്കുകയും തോടിൻ്റെ പാർശ്വഭിത്തി പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡപ്രകാരം അർഹമായ ദുരിതാശ്വാസ ധനസഹായം അനുവദിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം.
റബ്ബർ മരത്തിന് ഇലപൊഴിച്ചൽ രൂക്ഷം. ഉത്പാദന തകർച്ചയിൽ കർഷകർ ആശങ്കയിൽ. റബ്ബർ ബോർഡിൽ നിന്നും കിട്ടാനുള്ള സബ്സിഡി ഇനിയും ലഭിച്ചിട്ടുമില്ല. ആലിപ്പഴം പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന അവസ്ഥയാണ് ഇപ്പോൾ റബ്ബർ കർഷകർക്ക്. റബ്ബറിന്റെ വില കുതിച്ചുയരുമ്പോഴും ഉൽപാദനം ഇല്ലാത്തതിന്റെ സങ്കടത്തിലാണ് കർഷകർ. ഈ വർഷം മഴ ശക്തമായതോടെ റബ്ബറിന്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു. ഇതോടെ ഉൽപാദനം പകുതിയായി കുറയും എന്ന ആശങ്കയിലാണ് കർഷകർ. ഒരു മാസം കൊണ്ട് പെയ്തൊഴിയേണ്ട മഴ ഒരാഴ്ചക്കുള്ളിൽ പെയ്തതാണ് രൂക്ഷമായ ഇലപൊഴിച്ചലിന് കാരണമായത്. മഴയ്ക്ക് മുൻപ് മരുന്ന് തളിക്കൽ ഇക്കുറി നടത്തിയതുമില്ല. റബ്ബർ ബോർഡിൽ നിന്ന് സബ്സിഡി ഒന്നും തരാത്തതിൻ്റെ പേരിൽ സാധാരണക്കാരന് മരുന്നടിക്കാൻ പറ്റാത്തതിനും ഇവിടെ 6 മാസക്കാലം മഴയും 6 മാസക്കാലം വെയിലുമാണ്. ഈ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് ഫോറസ്റ്റ് അക്കരെ കിടക്കുന്നു. കീടനാശിനികൾ അല്ലെങ്കിൽ കീടങ്ങളുടെ ഉപദ്രവങ്ങൾ അങ്ങനെ മാരകമായ ഇലപൊഴിച്ചിന് കാരണം ഇതൊക്കെ തന്നെയാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കർഷകർക്ക് ഈ വില കൊടുക്കപ്പോയി ഉൽപ്പാദനം കുറഞ്ഞു പോയി. അപ്പോൾ അതിൻ്റേതായ ഒരു പാക്കേജിൽ ഞങ്ങൾക്കൊരു നഷ്ടപരിഹാരം കിട്ടണം. മാത്രവുമല്ല വരും വർഷങ്ങളിൽ ഞങ്ങളുടെ റബ്ബറിന് സർക്കാരിൻ്റെ ആനുകൂല്യത്തിൽ സ്പ്രേയിങ് നടത്തത്തുള്ള അതിനുള്ള സംവിധാനം റബ്ബർ ബോർഡും സർക്കാരും ചെയ്തു തരണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ പറയുന്ന സർക്കാരിനോട് പറയാനുള്ളതും റബ്ബർ ബോർഡിനോട് പറയാനുള്ളതും. കാരണം ഇങ്ങനെ പോയാൽ കഴിഞ്ഞാൽ ഇവിടെ റബ്ബർ 1-2 വർഷം കഴിഞ്ഞാൽ അതൊക്കെ നയിച്ചു. നിങ്ങൾ കണ്ടതല്ലേ ഇത്? ഇതാണ് ഒരു അവസ്ഥ, ഇന്നത്തെ അവസ്ഥ. ഇത് എല്ലാ കർഷകർക്കും ഇത്. പക്ഷെ മരുന്നടിച്ചാൽ കുറച്ച് മാറ്റമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ സ്പ്രേയിങ് വേണമെന്ന് ആവശ്യപ്പെടാൻ കാരണം. റബ്ബർ ബോർഡിൽ നിന്നും കർഷകർക്ക് മരുന്ന് തളിക്കുമ്പോൾ ലഭിക്കുന്ന സബ്സിഡി സംബന്ധിച്ച അനിശ്ചിതത്വമാണ് റബ്ബർ കർഷകരെ ഉൽപാദന സംഘങ്ങളെയും വലച്ചത്. കഴിഞ്ഞ വർഷം മരുന്ന് തെളിയിച്ച കർഷകർക്ക് റബ്ബർ ബോർഡിൽ നിന്നും കിട്ടാനുള്ള സബ്സിഡി 1/3 വെട്ടിക്കുറച്ചിരുന്നു. അതാണെങ്കിൽ കർഷകരുടെ അക്കൗണ്ടിൽ വന്നതുമില്ല. ഇക്കുറി മരുന്ന് തെളിക്കണമെങ്കിൽ അനുകൂലമായ സാഹചര്യമൊന്നും റബ്ബർ ബോർഡിൽ നിന്നും ഉണ്ടായതുമില്ല. ഒരേക്കർ തോട്ടത്തിൽ മരുന്ന് തളിക്കുന്നതിന് 20 ലിറ്റർ മരുന്നാണ് റബ്ബർ ബോർഡ് ശുപാർശ ചെയ്തത്. 1 ലിറ്ററിന് 350ഓളം രൂപ വരും. ഇങ്ങനെ 10,000ഓളം രൂപ ചിലവ് വരും. ഇത് കർഷകർ മുൻകൂട്ടി റബ്ബർ ബോർഡിൽ അടക്കണം. ഇതിന്റെ പകുതി സബ്സിഡിയായി കർഷകർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ സബ്സിഡിയാണ് കഴിഞ്ഞ വർഷം 1/3 വെട്ടിക്കുറച്ചത്. ഇല പൊഴിയുന്ന മരങ്ങൾക്ക് ഉൽപാദനത്തിന്റെ ആദ്യ ആഴ്ചയിൽ മികച്ച ഉൽപാദനം ലഭിക്കുമെങ്കിലും പിന്നീട് അത് കുറഞ്ഞു വരും. റബ്ബർ പാലിൽ ലാക്ടേസിന്റെ അളവിലുണ്ടാകുന്ന കുറവാണ് വലിയ തിരിച്ചടി. തുടർച്ചയായ മഴ മൂലം കുമിൾ രോഗാണുവിന്റെ കാരണമാണിത്. മുൻകാലങ്ങളിലൊക്കെ ഒക്ടോബർ മാസത്തിൽ ഇല പൊഴിഞ്ഞ് പുതിയ തളിർ ഇടുകയാണ് ചെയ്യുന്നത്. ഇക്കുറി ജൂണിൽ തന്നെ ഇലകൾ പൊഴിഞ്ഞതോടെ മഴമറ ഇട്ടുള്ള ടാപ്പിംഗ് മുടങ്ങി. ഇതോടെയാണ് കർഷകർക്ക് വൻ നഷ്ടം ഉണ്ടാവുന്നത്. കൂടുതൽ വന്നതിൻ്റെ ഗുണമൊന്നും ഈ വർഷം കർഷകർക്ക് കിട്ടിയല്ല. കാരണം ഒരു 10-15 വെട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് പിന്നെ അതിന് DRC ഉണ്ടായില്ല. കുറച്ച് വെള്ളം പോലെ കുറച്ച് പാല് വരും. തീരുകയും ചെയ്യും. DRC കിട്ടിയല്ല. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഇരട്ടി താലൂക്ക് ആശുപത്രിയുടെ മുറ്റത്ത് കുടിവെള്ളത്തിനായി കുഴിച്ച ടാങ്കിന് സമീപത്തെ കുഴി മണ്ണിട്ട് നികത്തി. നടപടി ഹൈവിഷൻ വാർത്തയെ തുടർന്ന്. ഇരട്ടി താലൂക്ക് ആശുപത്രിയുടെ മുറ്റത്താണ് ആശുപത്രിക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കുന്നതിനായി ലക്ഷങ്ങൾ മുടക്കി ടാങ്ക് നിർമ്മിച്ചത്. എന്നാൽ പ്രവൃത്തി പാതി വഴിയിൽ നിലച്ചതോടെ ടാങ്കിന് സമീപത്തുള്ള കുഴിയിൽ മലിനജലം കെട്ടിക്കിടന്ന് കൊതുകുകൾ വളരുവാനുള്ള സാഹചര്യമായിരുന്നു ഇത്. ആശുപത്രിയിലെത്തുന്നവർക്കും ജീവനക്കാർക്കും സമീപ പ്രദേശങ്ങളുള്ളവർക്കും ഇത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടരുന്ന ഈ സാഹചര്യത്തിൽ കൊതുക് വളരുവാനുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ഹൈവിഷൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ മലിനജലം കെട്ടിക്കിടക്കുന്ന കുഴി മണ്ണിട്ട് മൂടിയത്. ഇതോടെ ഇവിടെ കൊതുക് വളരുവാനുള്ള സാഹചര്യം ഒഴിവാക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. 3.5 കോടി രൂപ ചെലവിൽ ആധുനിക വാതക ശ്മശാനം പണിയാൻ ഇരിട്ടി നഗരസഭ എസ്റ്റിമേറ്റും DPRും കിഫ്ബിക്ക് സമർപ്പിച്ചു. കിഫ്ബി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. ഇരിട്ടി നഗരസഭയിലെ ചാവശ്ശേരി പറമ്പിലെ നിലവിലുള്ള ശ്മശാനം നിലനിർത്തി അതിന്റെ സമീപത്തായി 3.5 കോടി രൂപ ചെലവിൽ അത്യാധുനിക വാതക ശ്മശാനം പണിയുന്നതിനായി DPRും എസ്റ്റിമേറ്റും തയ്യാറാക്കി കിഫ്ബിക്ക് സമർപ്പിച്ചതിന്റെ ഭാഗമായി പദ്ധതി നിർവഹണത്തോടനുബന്ധിച്ചാണ് കിഫ്ബി ഉദ്യോഗസ്ഥരും DPR തയ്യാറാക്കിയ കമ്പനി പ്രതിനിധികളും ചാവശ്ശേരി പറമ്പിൽ സന്ദർശനം നടത്തിയത്. ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ K. ശ്രീലത, വൈസ് ചെയർമാൻ PP ഉസ്മാൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. സുരേഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. സോയ, കൗൺസിലർമാരായ P. രഘു, മുരളീധരൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ പത്മരാജൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. ക്രമറ്റോറിയവുമായി ബന്ധപ്പെട്ട് പരിശോധനകളും അതുപോലെ DPRും ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞു. ഇന്ന് കിഫ്ബിയുടെ ഉദ്യോഗസ്ഥന്മാർ തിരുവനന്തപുരത്ത് നിന്ന് വന്ന് സൈറ്റ് പരിശോധന നടത്തി. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് 1 വർഷം കൊണ്ട് അത് പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനത്തിലാണ് നഗരസഭയുള്ളത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി.
വയനാടിനെ വീണ്ടെടുക്കാൻ ഇരിട്ടി നഗരസഭയുടെ കൈത്താങ്ങ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ നഗരസഭ നൽകി. നഗരസഭാ കൗൺസിലർമാർ 1 ലക്ഷം രൂപയും കൈമാറി. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ഇരിട്ടി നഗരസഭ 10 ലക്ഷം രൂപയാണ് നൽകിയത്. അതോടൊപ്പം തന്നെ നഗരസഭയിലെ കൗൺസിലർമാർ എല്ലാവരും ചേർന്ന് 1 ലക്ഷം രൂപ വേറെയും. തുക കൈമാറ്റ ചടങ്ങ് നഗരസഭാ ഹാളിൽ വെച്ച് നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഇരിട്ടി തഹസിൽദാർ ലാലിമോൾക്ക് കൈമാറി. രൂപ ചെക്ക് നൽകുകയും നമ്മുടെ നഗരസഭയിലെ കൗൺസിലർമാരുടെ വക 1 ലക്ഷം രൂപ തഹസിൽദാരെ ഇന്ന് ചെക്കല്ല ക്യാഷായിട്ട് ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ നഗരസഭയുടെ ഇന്നലത്തെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, കൗൺസിൽ തീരുമാനപ്രകാരം 10 ലക്ഷം രൂപ ഇന്ന് കൈമാറും. അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലർമാരുടെ 1 ലക്ഷം രൂപയും ഇന്ന് കൈമാറുകയാണ്. നമ്മുടെ വയനാടിന് ഒരു കൈത്താങ്ങായി എല്ലാ ജനങ്ങളുടെ ബുദ്ധിമുട്ട് അറിഞ്ഞ് നഗരസഭ എല്ലാവരും കൂട്ടമായി ചേർന്നുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഉദ്യോഗസ്ഥന്മാരുടെ പൈസ പ്രത്യേകം അവരുടെ 5 ദിവസത്തെ ശമ്പളം അവർ പ്രത്യേകമായിട്ട് ശമ്പളത്തിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൗൺസിലർമാരുടെ ചെക്കും കൂടി കൊടുക്കുകയാണ്, ക്യാഷ് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ തഹസിൽദാർക്ക് കൊടുക്കാൻ തഹസിൽദാർ ക്ഷണിക്കും. ഇതോടൊപ്പം തന്നെ നഗരസഭയിലെ ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. ചടങ്ങിൽ വൈസ് ചെയർമാൻ പി ഉസ്മാൻ, നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ 25 വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി വെള്ളർവള്ളി സ്വദേശി കാറാട്ട് ഭാസ്കരൻ തന്റെ വീട്ടുപറമ്പിലെ 4 മരങ്ങൾ ഡിവൈഎഫ്ഐക്ക് നൽകി. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ കയ്യും മെയ്യും മറന്ന് എല്ലാവരും സഹായിക്കുകയാണ്. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ 25 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ഇതിന്റെ ഭാഗമായി വെള്ളർവള്ളി സ്വദേശി വെള്ളർവള്ളി CPM വായനശാല ബ്രാഞ്ച് അംഗം കാറാട്ട് ഭാസ്കരൻ തൻ്റെ വീട്ടുപറമ്പിലെ 1 ഇരുവൂൾ 3 പ്ലാവ് ഉൾപ്പെടെ 4 മരങ്ങളാണ് ഡിവൈഎഫ്ഐക്ക് സംഭാവന നൽകിയത്. ചടങ്ങിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി രഘുലാഷ്, പ്രസിഡന്റ് കെ ശ്രീജിത്ത്, ജോയിന്റ് സെക്രട്ടറി PS രജീഷ്, മേഖലാ സെക്രട്ടറി കെ ശ്രീഹരി, CPM ബ്രാഞ്ച് സെക്രട്ടറി രാജൻ, മേഖലാ ട്രഷറർ പ്രനിൽ, കാറാട്ട് ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. അപ്പോൾ ഇവിടെ വെള്ളർവള്ളിയിലെ ഭാസ്കരാട്ടൻ ഈ വിവരവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരോട് വന്നപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ പറമ്പിൽ നിൽക്കുന്ന 1 ഇരുവൂളും 3 പ്ലാവ് ഉൾപ്പെടെയുള്ള മരങ്ങൾ ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐക്ക് ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതുപോലെ പേരാവൂരിനകത്ത് NGO യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് രതീശാട്ടൻ്റെ അമ്മ മരണപ്പെട്ടപ്പോൾ അവരെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു കമ്മൽ, ആ കമ്മൽ ഈ ഡിവൈഎഫ്ഐക്ക് നൽകുന്ന നിലയുണ്ടായി. അങ്ങനെ വിവിധ തരത്തിലുള്ള ഇങ്ങനെ സഹായം ഞങ്ങൾക്ക് തരുമ്പോൾ ഇവിടെ ഭാസ്കരാട്ടൻ തന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പറമ്പിൽ നിൽക്കുന്ന ഈ പറയുന്ന മരങ്ങളാണ്. അപ്പോൾ ആ മരങ്ങൾ ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ് നടക്കുന്നത്. അപ്പോൾ ആ മരം നൽകിയിട്ടുള്ള ഭാസ്കരാട്ടന് ഡിവൈഎഫ്ഐയുടെ നന്ദി അറിയിക്കുകയാണ്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഉളിക്കൽ ABC തട്ടുകട ജീവനക്കാർ സ്വരൂപിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. SBI ഉളിക്കൽ ശാഖയിൽ നിന്നാണ് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചത്. വയനാട്ടിലെ മുണ്ടക്കയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി ഉളിക്കൽ ABC തട്ടുകട ജീവനക്കാർ സ്വരൂപിച്ച തുകയാണ് വെള്ളിയാഴ്ച SBI ബാങ്ക് വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി തട്ടുകടയിലെ 1 ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാഴാഴ്ച ലഭിച്ച 25,143 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്കായി ഒരു സഹായം എന്ന നിലയിൽ തങ്ങൾക്കിത് ചെയ്യാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും തട്ടുകട ഉടമ PB രഘുനാഥ് പറഞ്ഞു. നമ്മൾ നടത്തിയ പരിപാടിയിൽ വയനാട് സഹായ നിധിയിലേക്ക് 25,143 രൂപയാണ് ലഭിച്ചിരുന്നത്. അത് ഇന്ന് കാലത്ത് തന്നെ SBIയിലെ ഉളിക്കൽ ശാഖയിൽ അടച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു. ഇന്നലെ ഒരു 3 മണി മുതൽ പെയ്ത മഴ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇവിടെ ഇല്ലെങ്കിൽ ഒരു 5 വർഷോ 10 വർഷത്തോടെ കിട്ടുമായിരുന്നു. എന്തായാലും അത്രയും നമ്മൾ സഹകരിച്ച എല്ലാവർക്കും ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഉളിക്കൽ ഇരിട്ടി റോഡിലെ കുഴികൾ യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. തന്തോട് മുതൽ ഉളിക്കൽ ടൗൺ വരെ വിവിധ സ്ഥലങ്ങളിലായാണ് റോഡിൽ കുഴികൾ രൂപപ്പെട്ടത്. ഇരിട്ടി ഉളിക്കൽ റോഡിലാണ് പലയിടങ്ങളിലായി റോഡിൽ വലിയ കുഴികൾ ഉള്ളത്. തന്തോട് മുതൽ ഉളിക്കൽ വരെയാണ് കൂടുതലായും കുഴികൾ. കാണുമ്പോൾ ചെറിയ കുഴികളാണെങ്കിലും വലിയ ആഴമുള്ള കുഴികളാണ് റോഡിൽ അത്രയും. ഇരുചക്രവാഹന യാത്രക്കാരാണ് കൂടുതലായും കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നത്. ഓട്ടോറിക്ഷ, കാർ യാത്രികർ
ഉൾപ്പെടെയുള്ള വാഹനയാത്രക്കാർക്കും ഏറെ പ്രയാസപ്പെട്ടാണ് ഈ റോഡിലൂടെ കടന്നുപോകുന്നത്. ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് റോഡിലെ കുഴികൾ അറ്റകുറ്റപ്രവൃത്തി നടത്തി ഇതുവഴിയുള്ള യാത്ര സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ഒരിക്കൽ റോഡാണ് പല അപകടങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. കാരണം റോഡിൻ്റെ ചെറിയ കട്ടിംഗ് ആയിട്ടുള്ള കുഴികൾ, അതേപോലെ വാഹനങ്ങളുടെ സൈഡില്ലാത്ത, അതായത് ഈ റോഡിൻ്റെ സൈഡിൽ ഇറക്കി ഓടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സൈഡ് കുറവ്, അതുപോലെ പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ അപകടങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരാഴ്ച മുമ്പ് തന്നെ ഒരു ലേഡി സ്കൂൾ ബസ്സിൻ്റെ സൈഡ് തട്ടിയിട്ട് വീണു. അതേപോലെ പല അപകടങ്ങളും ഇവിടെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു 3 വർഷമായിട്ട് ഇവിടെ ഉണ്ട് ഈ കടേൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു 10 അപകടങ്ങളെങ്കിലും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ചെറിയതായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കുഴികളെല്ലാം ഒരു പ്രധാന പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം ഈ കുറച്ച് ആഴം കൂടുതലുള്ള കുഴികളാണ്. നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ചവിട്ടേ കിട്ടില്ല. കുഴിയിലേക്ക് വീണ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വണ്ടിക്കാരറിയാം. അപ്പോൾ അത്രയും ചെറിയ എന്താ പറയുക, കാണുമ്പോൾ വലിപ്പമില്ല, പക്ഷേ ആഴമുണ്ട് കുഴിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ വളരെ കൂടുതലായിട്ട് സംഭവിക്കുന്നുണ്ട്. ഈ റോഡിലേക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയാലും ഇതുണ്ട്, റോഡ് കുഴിയുണ്ട്, കുറേ കാര്യമായിട്ടുള്ള കുഴികൾ തന്നെയുണ്ട്. ഇതിപ്പം കുറച്ചുകൂടെ വലിയ വണ്ടിയിൽ ഇങ്ങോട്ട് കയറുന്നതുകൊണ്ടുള്ള ഇതും കൂടി ഉണ്ട്. അപ്പോൾ അതെല്ലാം ശരിക്കും അപകടമുള്ളൊരു മേഖലയാണിത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സമ്മാനോത്സവം 3ാമത്തെ ആഴ്ചയിലെ സമ്മാന വിതരണവും 4ഉം 5ഉം ആഴ്ചകളിലെ നറുക്കെടുപ്പും കണ്ണൂർ COA ഭവനിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സരള ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സമ്മാനോത്സവം 3ാമത്തെ ആഴ്ചയിലെ സമ്മാന വിതരണവും 4ഉം 5ഉം ആഴ്ചകളിലെ നറുക്കെടുപ്പും കണ്ണൂർ COA ഭവനിൽ നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സരള ഉദ്ഘാടനം ചെയ്തു. COA കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ബ്രോഡ്ബാൻഡ് ഡയറക്ടർ ബൈജു KV, കണ്ണൂർ വിഷൻ ചാനൽ MD പ്രദീപ് KK, കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻ MD വിനയ് കുമാർ, ഗ്രാമിക ചാനൽ MD വിനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ. KSSPU പേരാവൂർ യൂണിറ്റ് കൺവെൻഷൻ കുനിത്തലമുക്ക് ഡോക്ടർ വി ഭാസ്കരൻ മെമ്മോറിയൽ ഹാളിൽ നടന്നു. KSSPU പേരാവൂർ ബ്ലോക്ക് പ്രസിഡന്റ് PV പത്മനാഭൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പേരാവൂർ യൂണിറ്റ് കൺവെൻഷൻ കുനിത്തലമുക്ക് ഡോക്ടർ വി ഭാസ്കരൻ മെമ്മോറിയൽ ഹാളിൽ നടന്നു. K ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ KSSPU പേരാവൂർ ബ്ലോക്ക് പ്രസിഡന്റ് PV പത്മനാഭൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. SLC ഫുൾ A+ കിട്ടിയതും +2 ഫുൾ A+ കിട്ടിയതുമായ നമ്മുടെ പെൻഷൻകാരുടെ പേരമക്കൾക്ക് അനുമോദനം നൽകാനും, അതുപോലെ പ്രായം ചെന്ന 75 വയസ്സിൽ കവിഞ്ഞ പ്രായമുള്ളവരെ ആദരിക്കാനുമുള്ള ഒരു ചടങ്ങായിട്ടാണ് ഈ കൺവെൻഷൻ തീരുമാനിച്ചിട്ടുള്ളത്. ബ്ലോക്ക് സമ്മേളനം ബ്ലോക്ക് കമ്മിറ്റി വിളിച്ചു ചേർത്തപ്പോൾ അതിൽ പങ്കെടുത്ത എല്ലാ ബ്ലോക്ക് അംഗങ്ങളുടെയും തീരുമാനപ്രകാരം അന്ന് ഓരോ ദിവസം ഓരോ യൂണിറ്റിന് കൊടുത്തു. അത് പ്രകാരം 9-ാം തീയതി ഇന്നത്തെ ദിവസം പേരാവൂർ യൂണിറ്റിന്റെ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ ചടങ്ങ് നേരത്തെ പറഞ്ഞ പ്രകാരമുള്ള ആൾക്കാരെ, വിദ്യാർത്ഥികളെ, പ്രായം ചെന്നവരെ, പുതുതായി സംഘടനയിലേക്ക് വരുന്നവരെ, ഇവരെയൊക്കെ സ്വീകരിക്കുകയും അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് പ്രധാനമായി നടക്കുന്നത്. ചടങ്ങിൽ 75 വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കലും SSLC +2 ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണവും നടന്നു. നാരായണൻ മാസ്റ്റർ, M ആനന്ദൻ മാസ്റ്റർ, TK പ്രേമകുമാരി, V ബാബു മാസ്റ്റർ, T രഘുനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. കൊട്ടൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം 2.0 ശില്പശാല ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന തുമ്പൻതുരുത്തിയിൽ ഉദ്ഘാടനം ചെയ്തു. നവകേരളം കർമ്മ പദ്ധതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മാലിന്യമുക്ത നവകേരളം 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായാണ് കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം ശില്പശാല സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തിയ ശില്പശാല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന തുമ്പൻതുരുത്തിയിൽ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ പേരാ ബ്ലോക്കിൽ കൊട്ടിയൂർ പഞ്ചായത്തിനെ ഏറ്റവും 1ാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ സാധിച്ചത് കൊട്ടിയൂർ പഞ്ചായത്തിലെ ഭരണസമിതി, സെക്രട്ടറി ഉൾപ്പെടെ ജീവനക്കാര്, പഞ്ചായത്തിലെ ഘടക മേധാവികള്, അതുപോലെ നമ്മുടെ നാട്ടിലെ നല്ലവരായ
സാധാരണക്കാരായ ആൾക്കാരുടെ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ്. തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ ബ്ലോക്കിൽ ഏറ്റവും പുറകിൽ നിന്നിരുന്ന കൊട്ടിയൂർ പഞ്ചായത്ത് ഇന്ന് ബ്ലോക്കിലെ ശുദ്ധമാലിന്യ സംസ്കരണ രംഗത്ത് 1ാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുകയാണ്. ഇനിയും നമുക്ക് കുറേയേറെ ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. തീർച്ചയായും അത് നമ്മുടെ സാധാരണക്കാരെ കൊട്ടിയൂരിലെ ജനങ്ങളെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടും അവരെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് അവർക്ക് കൂടുതൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ടും കൂടുതൽ മാലിന്യ സംസ്കരണ ഉപാധികൾ നൽകിക്കൊണ്ടും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇന്നിവിടെ ബ്ലോക്ക് കോർഡിനേറ്റർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ചയാണ് വേണ്ടത്. ഏതെല്ലാം നമ്മുടെ നാട്ടിലേക്ക് ഇനിയും എന്തെല്ലാം ഖരമാലിന്യ സംസ്കരണ ഉപാധികൾ മാർഗങ്ങൾ കൊണ്ടുവരണം എന്നതിനെക്കുറിച്ച് ആലോചിക്കാനാണ് ഈ ശില്പശാല ഇവിടെ നടത്തുക. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി പൊട്ടേൽ അധ്യക്ഷത വഹിച്ചു. ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ രേഷ്മ പദ്ധതി വിശദീകരണം നടത്തി. തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും നടന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കാളികളായി. ഹൈവിഷൻ ന്യൂസ്, കേളകം. FSCTO ഇരിട്ടി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകരും ജീവനക്കാരും ഇരിട്ടിയിൽ സായാഹ്ന ധർണ നടത്തി. FSCTO ഇരിട്ടി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകരും ജീവനക്കാരും ഇരിട്ടിയിൽ സായാഹ്ന ധർണ നടത്തി. KGOയെ ജില്ലാ പ്രസിഡന്റ് K. ഷാജി ഉദ്ഘാടനം ചെയ്തു. എന്നിട്ടിപ്പോ പറയുന്നു അതിനകത്ത് 25% സ്ഥിരം ജോലി കൊടുക്കാം. എങ്ങനെയാ കൊടുക്കുക? നമ്മുടെ CSF ഉണ്ട്, CRPF ഉണ്ട്, വിവിധ വ്യവസായ മേഖല സെക്യൂരിറ്റി പണിയുണ്ട്. അങ്ങനെ നമ്മുടെ ഈ നാട്ടിൽ ഹോം ഗാർഡ് പോലത്തെ പണിയുണ്ട്. സ്വകാര്യ മേഖല ചില മേഖലയിൽ ഇവർക്ക് റിസർവേഷൻ അനുവദിച്ചുകൊണ്ട് അല്ലെങ്കിൽ വ്യവസായ കേന്ദ്രങ്ങൾ, വ്യവസായശാലകൾ സെക്യൂരിറ്റി പണിക്ക് മാത്രം നിയോഗിക്കുന്ന ആളുകളായിട്ട് ഇവർ മാറുകയാണ്, അഗ്നിവീരന്മാരെ അല്ലേ. എന്നിട്ട് ഈ പദ്ധതി പറയുന്ന രാജ്യത്ത് സ്വകാര്യവൽക്കരണം എങ്ങനെയാണ് ഈ മേഖലയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ ഭാഗമാണ്. പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയപ്പോ ഈ സൈന്യത്തെ മാത്രം മാറ്റിയിട്ടിപ്പോ സൈനികർ പറഞ്ഞത് ഞങ്ങളെ ഈ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾ തെന്നോട് ചേർത്ത് പിടിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കാതെ നിന്നിപ്പോഴോ ആർക്കാണ് പെൻഷൻ കൊടുക്കേണ്ടത്? സ്ഥിരം നിയമനം ലഭിക്കാത്ത ആളുകൾക്ക് എന്ത് പെൻഷനാണ് കൊടുക്കേണ്ടത്? അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമേ ഉണ്ടാവുന്നില്ലല്ലോ. സ്ഥിരം തൊഴിലാളികളെ ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് മാറുകയല്ലേ. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി N. സുരേന്ദ്രൻ, KSTA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം G. ശ്രീജിത്ത്, KNTEO ജില്ലാ ട്രഷറർ K. സനീഷ്, FSCTO താലൂക്ക് സെക്രട്ടറി K. രതീശൻ, താലൂക്ക് പ്രസിഡന്റ് VV വിനോദ്കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല കാക്കയങ്ങാട് ശ്രീപാർവതി ഓഡിറ്റോറിയത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് T. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല കാക്കയങ്ങാട് ശ്രീപാർവതി ഓഡിറ്റോറിയത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് T. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആയിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യമാണ്. ആ മാലിന്യം ഉണ്ടാക്കുമ്പോൾ ആ മാലിന്യം ഇല്ലാണ്ടാവേണ്ട ആളുകളെ ഇല്ലാണ്ടാക്കേണ്ട ആളുകളാണ് നമ്മൾ ഓരോ ആളുകളും. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്ന കാലത്ത് മാത്രമേ നമുക്ക് ആ രീതിയിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അംഗൻവാടി ടീച്ചർമാരോട് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ കുഞ്ഞു മക്കൾ അംഗൻവാടിയിലേക്ക്, നമ്മുടെ കുട്ടികളെല്ലാവരും മുട്ടായി, ഐസ് ഇതുപോലുള്ള സാധനങ്ങളെല്ലാം കഴിക്കുന്ന കുട്ടികൾ തന്നെയാണ്. അവരിൽ കൂടി വേണം നമുക്ക് ഇനി ഒരു പുതിയൊരു തലമുറ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇനി ഇത്രയായി ഇത് നമ്മളെ പോലെയുള്ള പൊതു ഇടങ്ങളിൽ ഇടപെടുന്ന ആളുകളുണ്ട്. ഒരുപാട് മാറ്റം വരുന്നത് നമ്മൾ വിചാരിച്ചാൽ സാധിക്കാത്ത ഒരു കാര്യമല്ല. പക്ഷെ ആ ഒരു തലത്തിലേക്ക് നമുക്കറിയാം, കേരള ഗവൺമെന്റ് ഈ ഒരു തലത്തിലേക്ക് മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കായി ഇത്തരം പരിപാടികൾ നമ്മളെ പഞ്ചായത്ത് തലത്തിൽ ഒരുപാട് പരിപാടികൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. തെളിനീരൊഴുകും എന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ ഒഴുകട്ടെ എന്നിട്ട് വേറൊരു പരിപാടി നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാലിന്യമുക്ത പഞ്ചായത്ത് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, മാലിന്യമുക്ത വാർഡ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ടൗണുകളെ ശുചീകരിച്ചിട്ടുണ്ട്, തോടുകൾ ശുചീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും നമ്മൾ പൊതുവായിട്ടുള്ള എല്ലാവരെയും, കുടുംബശ്രീ അംഗങ്ങൾ, ആശാവർക്കർമാർ, അംഗൻവാടി പ്രവർത്തകർ, ഇവരെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഇത്തരം പരിപാടികളെല്ലാം നടത്തി. ഇതിലെല്ലാം നമ്മൾ നടത്തുമ്പോൾ ആ ഒരു സമയത്തേക്ക് എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് പിന്നീടും വേസ്റ്റുകൾ കൂടി വരികയാണ്. വൈസ് പ്രസിഡന്റ് VV വിനോദ് അധ്യക്ഷത വഹിച്ചു. ഹരിതകേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ BP സുകുമാരൻ വിഷയാവതരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ KV ബിന്ദു, PK ചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി PJ ബിജു, VEO ഷാജി, സൽമ തുടങ്ങിയവർ സംബന്ധിച്ചു. മാലിന്യമുക്ത പ്രതിജ്ഞയോടുകൂടിയാണ് ശില്പശാല ആരംഭിച്ചത്.
കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊട്ടിയൂർ യൂണിറ്റ് ആശ്രയ പദ്ധതി ധനസഹായ വിതരണം കൊട്ടിയൂർ നീണ്ടുനോക്കി വ്യാപാര ഭവനിൽ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികളുടെയും അവരെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബാംഗങ്ങളുടെയും സമഗ്രമായ ക്ഷേമത്തിനായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ പദ്ധതിയാണ് ആശ്രയ. ഈ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപയും രോഗാവസ്ഥയിലുള്ളവർക്ക് 5 ലക്ഷം രൂപയും സഹായം നൽകുന്ന ഒരു പദ്ധതിയാണിത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൊട്ടിയൂർ യൂണിറ്റ് അംഗമായി ദീർഘകാലം പ്രവർത്തിച്ച് അകാലത്തിൽ മരണമടഞ്ഞ എൽദോ ആടുകാലിന്റെ നിര്യാണത്തിൽ കുടുംബാംഗങ്ങൾക്ക് ആശ്രയ പദ്ധതിയിലൂടെ നൽകുന്ന 10 ലക്ഷം രൂപയുടെ ധനസഹായ വിതരണ ചടങ്ങാണ് കൊട്ടിയൂർ നീണ്ടുനോക്കി വ്യാപാര ഭവനിൽ വെച്ച് നടന്നത്. കൊട്ടിയൂർ യൂണിറ്റ് പ്രസിഡന്റ് തോമസ് സ്വർണ്ണപ്പള്ളിയുടെ അധ്യക്ഷതയിൽ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വ്യാപാര സമൂഹം അങ്ങിങ്ങെ ചിതറിക്കിടക്കുന്നവരായിരുന്നു. അവർക്ക് ഒരു ഐക്യമോ ഒരു കൂട്ടായ്മയോ ഉണ്ടായിരുന്നില്ല. അതിന് ഒരു പരിഹാരം എന്ന നിലയിലാണ് ഈ സംഘടന സ്ഥാപിതമായത്. കേരളത്തിൽ തന്നെ അതൊരു വലിയ ശക്തിയായിട്ട് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, വ്യാപാരികൾ പ്രവർത്തിക്കുന്ന സേവനം ചെയ്യുന്ന മേഖലകളിലെ ജനജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമൂഹ്യ പൊതുരംഗത്തെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിലും വ്യാപാര സമൂഹം വലിയ പ്രാധാന്യത്തോടെ തന്നെ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, അംഗങ്ങളായിട്ടുള്ളവരുടെ ക്ഷേമൈശ്വര്യങ്ങൾ, അംഗങ്ങൾ തമ്മിലുള്ള വളരെ നല്ല നിലയിലുള്ള ബന്ധങ്ങൾ, വ്യാപാര മേഖലയിലെ ഗവൺമെന്റുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ഇടപെടലുകൾ, അതിലെല്ലാം പുലർത്തേണ്ട രീതികളും മര്യാദകളും എല്ലാം പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നിയമപരമായ കാര്യങ്ങളിൽ, നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ നിയമപരിജ്ഞാനം വരെ അംഗങ്ങൾക്ക് പരിശീലനത്തോടെ നൽകിക്കൊണ്ട് അവരെ ഈ മേഖലയിൽ അവരുടേതായ കഴിവുകൾ ആർജിച്ചുകൊണ്ട് അവരെ ആർജിച്ച പ്രവർത്തനത്തിന് പ്രാപ്തരാക്കാൻ സാധിക്കുന്ന ഒരു നേതൃത്വവും അങ്ങനെയുള്ള ഒരു പ്രവർത്തന നിരയുമാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതിക്ക് ഈ പ്രദേശത്തുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ധനസഹായം കൈമാറി. ജില്ലാ വൈസ് പ്രസിഡന്റ് A. സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. കൊട്ടിയൂർ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ സജി പുഞ്ചയിൽ അനുഗ്രഹ പ്രഭാഷണവും നിർവഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി K. A. ജെയിംസ്, കൊട്ടിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ K. ഗോകുൽ, PC രാമകൃഷ്ണൻ, തങ്കപ്പൻ മാസ്റ്റർ, മാത്യു കുച്ചുതറ, CM ജോസഫ്, ദീപേഷ് കാരക്കാട്ട്, KK മനോജ്, പ്രജിത് പൊനോൻ, രജീഷ് ബൂൺ, സേതുക്കുട്ടി, ബേബിച്ചൻ കാരക്കാട്ട്, സ്വർണ്ണമ്മ, ജിം മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടത്തുന്ന ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള ധനസഹായം ഏറ്റുവാങ്ങൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി നിർവഹിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. തുണ്ടിയിൽ സെന്റ് ജോൺസ് UP സ്കൂളിൽ സ്കൂൾ കലോത്സവം നടന്നു. സ്കൂൾ മാനേജർ ഫാദർ മാത്യു തെക്കേമുറി ഉദ്ഘാടനം ചെയ്തു. തൊണ്ടിയിൽ സെന്റ് ജോൺസ് UP സ്കൂളിൽ സബ് ജില്ലാ കലോത്സവത്തിന് മുന്നോടിയായുള്ള സ്കൂൾ കലോത്സവം നടന്നു. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങ് മാനേജർ ഫാദർ മാത്യു തെക്കേമുറി ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മാസ്റ്റർ സോജൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു. വേദിയിൽ പ്രസംഗിക്കാൻ ആൾക്കാർ വളരെ കുറവാണ്. അതിനുശേഷം ഇവിടെ നടക്കാൻ പോകുന്നത് കലാപരിപാടികളാണ്. ഇത് കാണുക എന്നുള്ളത് ഏറെ ആസ്വാദ്യകരമായ കാര്യമാണ്. അതിന് നിങ്ങൾ മനസ്സിനെ നന്നായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മനസ്സിന്റെ ഒരുക്കം നിങ്ങളുടെ മുഖങ്ങളിലൂടെ നന്നായി പ്രകടിപ്പിക്കുകയും ചെയ്യും. ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഡീൻ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഓരോ കലാ കഴിവുകളും നമ്മളെ പുതിയ പുതിയ വ്യക്തിത്വങ്ങളാക്കി മാറ്റും.
പ്രകടിത രൂപങ്ങളായ കലകൾ നമുക്ക് ഒരുപാട്. സ്റ്റാഫ് സെക്രട്ടറി ബീന ജോസഫ്, സ്കൂൾ ലീഡർ സെറ മരിയ കുര്യാക്കോസ്, വിദ്യാരംഗം സെക്രട്ടറി ദിയ ബാഷ, PTA പ്രസിഡന്റ് വിനോദ് നടുവത്താനിയിൽ, മദർ PTA പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ, കലാവിഭാഗം കൺവീനർ ജിജോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ LSS, USS സ്കോളർഷിപ്പ് ജേതാക്കളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. ചരമം. മണത്തണ ഓടന്തോടിലെ ചെറുപറമ്പിൽ വർഗീസ് അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ഭാര്യ പരേതയായ മേരി, മക്കൾ ജെസ്സി, പരേതനായ ബെന്നി, എൽസി, സെലീന, ഷാജു, ഷിജി, മരുമക്കൾ ചെറിയാൻ, ജോസഫ്, റിനി, ബെന്നി. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 244, പേരാവൂർ 245, കൊട്ടൂർ 243. റബ്ബർ ലോട്ട് ഇരിട്ടി 225, പേരാവൂർ 235, കൊട്ടൂർ 233. ഒട്ടുപാൽ ഇരിട്ടി 140, പേരാവൂർ 145, കൊട്ടൂർ 150. കുരുമുളക് ഇരിട്ടി 620, പേരാവൂർ 630, കൊട്ടൂർ 630. കോട്ടടയ്ക്ക ഇരിട്ടി 320, പേരാവൂർ 325, കൊട്ടൂർ 320. നീ വന്നു അഴകേ, പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6425, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂമിയിൽ വിള്ളൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ അടയ്ക്കാത്തോട് ശാന്തിഗിരിയിൽ പ്രദേശവാസികൾ വീട് വിട്ടിറങ്ങിയതോടെ തന്റെ കുടുംബം ഒറ്റപ്പെട്ടു പോകുമോ എന്ന ആശങ്കയിൽ കൈലാസംപടി സ്വദേശി കുരുവംപ്ലാക്കൽ ജസ്റ്റിനും കുടുംബവും. ഹൈവിഷൻ ന്യൂസ്. ഇംപാക്ട്. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ മുറ്റത്തെ ടാങ്കിന്റെ ഭാഗമായി നിർമ്മിച്ച കുഴിയിലെ വെള്ളക്കെട്ട് അധികൃതർ ഇടപെട്ട് മണ്ണിട്ട് മൂടി. റബ്ബർ കർഷകരെ ആശങ്കയിലാഴ്ത്തി റബ്ബറിന്റെ ഇല കൊഴിച്ചിൽ രൂക്ഷം. വില വർധനവുള്ള കാലത്ത് ഉൽപാദനത്തെ ബാധിക്കുമെന്ന ആശങ്ക. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.